നമ്മുടെ ഉദയനാണ് താരം എന്ന ചിത്രത്തിൽ ഉദയഭാനു രാജപ്പനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. മെർലിൻ ബ്രാൻഡോ, അൽ പാച്ചിനോ, ഡെൻസിൽ വാഷിംഗ്ടൺ, ആന്റണി ഹോപ്കിൻസ്, സഞ്ജീവ് കുമാർ, അശോക് കുമാർ, നാസറുദ്ദീൻ ഷാ, പാരേഷ് രാവൽ എന്നിവർ അഭിനയിച്ച പടങ്ങൾ പോയി കാണ്, എന്നിട്ട് അഭിനയം എന്താണെന്ന് പഠിക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയെടുത്ത് കുടുംബം പോറ്റ് ഇനി എൻ്റെ പടത്തിൽ ചാൻസ് ചോദിച്ചാലുണ്ടല്ലോ. ഇത് ശരിയല്ലേ? അഭിനയം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. എങ്കിലോ ചിലരുടെ അഭിനയം നമ്മെ വല്ലാണ്ട് പിടിച്ചിരുത്തി കളയും. അങ്ങനെയുള്ള ഒരാളെ മുകളിൽ പറഞ്ഞ പേരിൽ നിന്നും ഒന്ന് പരാമർശിക്കട്ടെ. ആന്റണി ഹോപ്കിൻസ്. അദ്ദേഹം അഭിനയിച്ച ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ 1901 ഇറങ്ങിയ ഹോളിവുഡ് സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ദ സൈലൻസ് ഓഫ് ദി ലാംബ്. സ്ത്രീകളെ കൊലപ്പെടുത്തി തൊലിയുരിഞ്ഞെടുക്കുന്ന ഒരു കൊലപാതകി ഉദ്യോഗസ്ഥർക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയം യാതൊരു സൂചനയും ലഭിക്കാത്ത ആ കൊലപാതകിയെ പിടിക്കുവാനായി ഒരു വ്യക്തിയുടെ സഹായം അത്യാവശ്യമായി വരികയാണ് FBI-ക്ക്. അങ്ങനെ ആ വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യുവാനായി FBI ട്രെയിനിയായി ക്ലാരിസ് സ്റ്റാർലിംഗ് എന്ന ഓഫീസർ എത്തുകയാണ്. ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് നിലവിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കുറ്റവാളിയേക്കാൾ ഭീകരനും സീരിയൽ കില്ലറുമായ ഡോക്ടർ ഹാനിബൽ ലെക്ടറിനെയാണ്. ഡോക്ടറിൽ നിന്നും വിവരങ്ങൾ അറിഞ്ഞ് പുറത്തുള്ള സീരിയൽ കില്ലറിനെ പിടിക്കാൻ FBI-ക്ക് കഴിയുമോ എന്ന് പറയുന്ന ത്രില്ലിംഗ് ആയ കഥയാണ് സിനിമ പറയുന്നത്. ത്രില്ലിംഗ് എന്ന വാക്കിനോട് 100% നീതി പുലർത്തി കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ തുടക്കം മുതൽ പിടിച്ചിരുത്തി ത്രില്ലടിപ്പിക്കുന്ന ഒരു അനുഭവമാണ് സിനിമ പ്രേക്ഷകന് സമ്മാനിക്കുന്നത്. ഹാനിബൽ ലെക്ടർ എന്ന കഥാപാത്രത്തെ ആദ്യമായി സ്ക്രീനിൽ കാണിക്കുന്ന രംഗമൊക്കെ പ്രേക്ഷകനിൽ ബിൽഡ് ചെയ്തെടുക്കുന്ന ഇമ്പാക്റ്റ് ഗംഭീരമെന്ന് തന്നെ പറയാവുന്ന ഒന്നാണ്. ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ഓഫീസർക്ക് അവിടെയുള്ള മറ്റ് ഓഫീസർമാർ നൽകുന്ന നിർദ്ദേശങ്ങളും ഏറ്റവും അറ്റത്തുള്ള മുറിക്കരികിലേക്ക് മറ്റു കുറ്റവാളികളെ കഴിഞ്ഞെത്തുന്ന ഓഫീസറും ഓഫീസറെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ലെക്ചറുടെ ആ നിൽപ്പും ഒക്കെ കൂടി ആ സീനിൽ ഉണ്ടാക്കുന്ന ഒരു ഭീകരത, അന്തരീക്ഷം, അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ഏതൊരു സിനിമാ പ്രേമിയും കണ്ടിരിക്കാൻ സാധ്യത കൂടുതലുള്ള സിനിമ. 1992 ഓസ്കർ നേടിയ ഫിലിം 5 അവാർഡുകളാണ് അന്ന് നേടിയത്. മികച്ച ചിത്രം, മികച്ച സ്ക്രീൻ പ്ലേ, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച നടി. ഇതിൽ ഒരു സൈക്കോപാത്ത് ഡോക്ടറായി തകർത്തഭിനയിച്ചിട്ടുണ്ട് ആന്റണി ഹോപ്കിൻസ്. അദ്ദേഹത്തിൻ്റെ ഓപ്പണിംഗ് സീൻ കണ്ടാൽ തന്നെ മനസ്സിലാകും അഭിനയത്തിൻ്റെ ഒരു റേഞ്ച്. 16 മിനിറ്റുകൾ മാത്രമാണ് 2 മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ദ സൈലൻസ് ഓഫ് ദി ലാംബ്സ് എന്ന സിനിമയിൽ ലോക സിനിമയിലെ എക്കാലത്തെയും മികച്ച 100 വില്ലന്മാരുടെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഡോക്ടർ ഹാനിബൽ ലെക്ടർ എന്ന കഥാപാത്രത്തിന് സ്ഥാനമുണ്ടായിരുന്നത്. ആ 16 മിനിറ്റിലെ ഓരോ നിമിഷങ്ങളും തൻ്റെ മുഖഭാവങ്ങൾ കൊണ്ടും മാസ്മരികമായ കണ്ണു ചലനങ്ങളിലും സംഭാഷണ ശൈലിയിലൂടെയും പ്രേക്ഷകരുടെ മനസ്സിൽ ഷോക്ക് ഏൽപ്പിക്കുന്ന പ്രകടനമായിരുന്നു ആന്റണി ഹോപ്കിൻസ് എന്ന ലോകത്തിലെ എക്കാലത്തെയും മഹാനടൻ കാഴ്ചവെച്ചത്. ആ 16 മിനിറ്റിൽ തന്നെ 7 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ജയിലറയിലെ ഡോക്ടർ ഹാനിബൽ ലെക്ടറും FBI ഏജന്റ് ക്ലാരിസും മുഖാമുഖമുള്ള സംഭാഷണ നിമിഷങ്ങളിലെ അഭിനയ പാടവം മാത്രം മതിയായിരുന്നു ആന്റണി ഹോപ്കിൻസ് ഓസ്കർ അർഹനാകാൻ എന്നുള്ളതാണ് സത്യം. ഹോപ്കിൻസിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജോഡി ഫോസ്റ്റർ. ഹോപ്കിൻസിൻ്റെ കഥാപാത്രം സൃഷ്ടിക്കുന്ന ഭീതി പ്രേക്ഷകനിലേക്ക് എത്തിക്കുന്നത് ജോഡിയുടെ കഥാപാത്രമാണ് എന്നതാണ് സത്യം. കണ്ടിട്ടുള്ള മിക്ക സിനിമകളിലും ദ ലെജൻഡ്സ് ഓഫ് ദ ഫോൾ, ഇൻസ്റ്റിങ്ക്റ്റ്, ഹാനിബൽ, ദ ടു പോപ്സ്, ഇതിലെല്ലാം ആന്റണി ഹോപ്കിൻസിൻ്റെ വേറിട്ട് നിൽക്കുന്ന പ്രകടനമാണ് നമ്മൾ കണ്ടത്. തൻ്റെ 83ാം വയസ്സിൽ മികച്ച നടനുള്ള ഓസ്കർ രണ്ടാമതുകൂടി ദ ഫാദർ എന്ന സിനിമയിലൂടെ അദ്ദേഹം നേടിയെടുത്തു. ഈ സിനിമയിലെ കണ്ണു ചിമാതെയുള്ള അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ നോട്ടവും ചിരിയും ഇന്നും പ്രേക്ഷകനെ വേട്ടയാടും. ആ ഡയലോഗും, എ സെൻസസ് ടേക്കർ വൺസ് ട്രൈഡ് ടു ടെസ്റ്റ് മീ, I ate his liver with some fava beans and a nice chianti.